നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകാൻ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇന്ന് കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് ഇന്ന് ഉച്ചയ്ക്ക് 2-ന് ഇടപ്പഴിഞ്ഞി RDR കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ NDA മാർഗരേഖ ദേശീയ അധ്യക്ഷൻ പ്രകാശനം ചെയ്യും. വികസിത കേരളം മാർഗരേഖ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അവതരിപ്പിക്കും. ഇതാണ് മാറ്റം, ഇതാണ് വികസിത കേരളം എന്ന തലവാക്യത്തോടെയാണ് ഭാവി കേരള വികസനത്തിനുള്ള മാർഗരേഖ NDA പുറത്തിറക്കുന്നത്. ഇന്ന് 12 ആറ്റിങ്ങലിൽ ദേശീയ അധ്യക്ഷൻ റോഡ് ഷോ നടത്തും. വൈകിട്ട് 3-ന് ഹെലികോപ്റ്ററിൽ മലപ്പുറം താനൂരിലേക്ക് തിരിക്കും. താനൂർ പുത്തൻതെരുവിലെ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കും. ബുധനാഴ്ച രാവിലെ 12-ന് മട്ടന്നൂരിലും 4-ന് കൂത്തുപറമ്പിലെ റോഡ് ഷോയിലും നിതിൻ നബീൻ പങ്കെടുക്കും. ദീപാലങ്കാര ലൈറ്റ് സ്ഥാപിക്കുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ് യുവാവിന് ദാരുണാന്ത്യം. തിരുവനന്തപുരം പാലോടാണ് സംഭവം. പഴവിള സ്വദേശി സനു ആണ് മരിച്ചത്. പാചകവാതക ക്ഷാമം കാരണം തട്ടുകടകൾ വരെ പൂട്ടിയതിനാൽ ചായ കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ജ്യൂസിനെ ആശ്രയിക്കുകയാണ് ജനങ്ങൾ. ഇതോടെ വില തോന്നുംപടിയായി. കൂടുതൽ ഡിമാൻഡ് ഷേക്കിനും ഷാർജയ്ക്കുമാണ്. 50 രൂപ മുതലാണ് വില. മാംഗോ, ആപ്പിൾ, പപ്പായ, കരിക്ക് തുടങ്ങിയ ഷേക്കുകൾ വിൽപ്പനയ്ക്കുണ്ട്. അവിൽ മിൽക്കാണ് മറ്റൊരു താരം. 40 രൂപ മുതൽ 70 രൂപ വരെയാണ് വില. ഫ്രൂട്ട് സർബത്തിന് 40 രൂപ മുതൽ വിലയുണ്ട്. ക്യാരറ്റ്, ബീട്രൂട്ട്, നെല്ലിക്ക, പാവയ്ക്ക, വെള്ളരി, മിക്സ്ഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സിനും വൻ ഡിമാൻഡാണ്. കണ്ണൂർ കോക്ടെയിലിന് 80 രൂപ മുതൽ വിലയുണ്ട്. കരിക്കിനാകട്ടെ 50 രൂപ മുതലാണ് വില. സംസ്ഥാനത്തെ പ്രാഥമിക കാർഷിക വായ്പ സഹകരണ സംഘങ്ങളിൽ ഏകീകൃത സോഫ്റ്റ്വെയർ നടപ്പാക്കുന്നതിനായുള്ള ടെൻഡർ നടപടികൾ അന്തിമമാക്കുന്നത് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. ദിനേശ് IT സർവീസസിന്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യത്തിന് കരാർ നൽകുന്നതിൽ മുൻപോട്ട് പോകരുതെന്നും അന്തിമമാക്കരുതെന്നും ജസ്റ്റിസ് A സിയാദ് റഹ്മാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ടെൻഡറിൽ പങ്കെടുത്ത മലബാർ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യം നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. PRD അസോസിയേറ്റ് ഇൻഫർമേഷൻ ഓഫീസർ റാങ്ക് പട്ടികയിൽ നിന്നുള്ള നിയമനം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മരവിപ്പിച്ചു. പട്ടിക തയ്യാറാക്കിയതിനെതിരെ ഉദ്യോഗാർത്ഥികൾ നൽകിയ പരാതിയിലാണ് നടപടി. റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച പ്രിസം ജീവനക്കാരുടെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിന്റെ സാധുത ചൂണ്ടിക്കാട്ടി ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് നടപടി. പ്രിസം പദ്ധതിക്കാരെ താൽക്കാലിക ജീവനക്കാരെന്ന പരിചയ സർട്ടിഫിക്കറ്റ് നൽകി PRD പരീക്ഷയ്ക്ക് യോഗ്യരാക്കിയെന്നാണ് ആരോപണം. അതേസമയം റാങ്ക് ലിസ്റ്റ് സ്റ്റേ ചെയ്തത് പിൻവാതിൽ നിയമനം മൂലമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. വേനൽ മഴയുണ്ടെങ്കിലും തിരുവനന്തപുരം ജില്ലയിലെ ചൂട് ഉയർന്നു തന്നെ. ഞായറാഴ്ച 37.8 ഡിഗ്രിയാണ് രേഖപ്പെടുത്തിയത്. 1988 മാർച്ച് 16-ന് ജില്ലയിൽ 37.7 ഡിഗ്രി രേഖപ്പെടുത്തിയിരുന്നു. 38 വർഷത്തിനു മുമ്പുള്ള ഈ റെക്കോർഡാണ് ഇപ്പോൾ തകർന്നത്. തിങ്കളാഴ്ച 36-ലേക്ക് താഴ്ന്നു. എന്നാലും ശരാശരിയിൽ നിന്ന് 1.8 ആണ് കൂടുതൽ. വേനൽ മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ചൊവ്വാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ മുന്നറിയിപ്പ് നൽകി. വേനൽ മഴ കാരണം പാലക്കാട് തിങ്കളാഴ്ച ചൂട് 0.5 ഡിഗ്രി കുറഞ്ഞു. കോഴിക്കോട് 1.3 ഡിഗ്രിയും കുറഞ്ഞു. കോട്ടയത്തും തിരുവനന്തപുരത്തും പുനലൂരുമാണ് ചൂട് ഉയർന്നു നിൽക്കുന്നത്. ശരാശരിയിൽ നിന്ന് 2 ഡിഗ്രിയോളം കൂടുതലാണ് ഈ പ്രദേശങ്ങളിലെ ചൂട്. പുനലൂരിൽ 38ആയി. FCRA നിയമ ഭേദഗതി NGOകൾക്ക് വരുന്ന വിദേശ നിക്ഷേപം നിയന്ത്രിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും അതിൽ ക്രൈസ്തവ സഭകൾക്ക് യാതൊരു ആകുലതയും ആശങ്കയും ആവശ്യമില്ലെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. ക്രൈസ്തവ സഭകളുടെ അക്കൗണ്ടുകളും കണക്കുകളുമെല്ലാം കൃത്യമാണ്. എന്തെങ്കിലും വിധത്തിലുള്ള തിരിമറികൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കും അക്കൗണ്ടുകൾക്കും മാത്രമേ ആശങ്കപ്പെടേണ്ട കാര്യമുള്ളൂ. ചില NGOകൾ വഴി നമ്മുടെ നാട്ടിലേക്ക് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള പണം എത്തുന്നുണ്ട്. അത്തരം സംഘടനകളെ നിയന്ത്രിക്കാൻ നിയമം വരുമ്പോൾ അത് ക്രൈസ്തവ സഭാ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണെന്ന പ്രചാരണം നടത്തുന്നത് കോൺഗ്രസും ഇടതുപക്ഷവുമാണ്. നിയമം സംബന്ധിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അനാവശ്യ ഭീതി പടർത്തി തെറ്റിദ്ധാരണ പരത്താനാണ് ഇവരുടെ ശ്രമം. നേരത്തെ പൗരത്വ ഭേദഗതി നിയമവും വഖഫ് ഭേദഗതി നിയമവും വന്ന സമയത്തും ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെടെ ഇന്ത്യ മുന്നണി അനാവശ്യ ഭീതി പടർത്താൻ ശ്രമിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഹോം വോട്ടിംഗ് ആരംഭിച്ചു. ഇന്നലെ 8 മണിവരെ 10,922 പേർ ഹോം വോട്ടിംഗ് ചെയ്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം 85 വയസ്സിന് മുകളിലുള്ള 7,561 പേരും ശാരീരിക പരിമിതിയുള്ള 3,361 പേരും വോട്ട് ചെയ്തു. ആകെ 2,07,757 പേരാണ് ഹോം വോട്ടിങ്ങിനായി അപേക്ഷിച്ചിട്ടുള്ളത്. പ്രായമായവർക്കും ആവശ്യർക്കും വേണ്ടിയാണ് സംസ്ഥാനത്ത് ഹോം വോട്ടിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ UDF യോഗത്തിൽ നടത്തിയ പരാമർശങ്ങളിൽ നടൻ സലീം കുമാറിനെതിരെ ഭിന്നശേഷി അവകാശങ്ങൾക്കായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി.
മാനസിക വെല്ലുവിളി നേരിടുന്നവരെ മോശമായി ചിത്രീകരിച്ചാണ് നടൻ പൊതുയോഗത്തിൽ പ്രസംഗിച്ചതെന്നും നടപടിയെടുക്കണമെന്നും നാഷണൽ പ്ലാറ്റ്ഫോം ഫോർ ദി റൈറ്റ്സ് ഓഫ് ദി ഡിസേബിൾഡ് NPRD ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലമായ പറവൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് പരാമർശം. വിവാദ പ്രസ്താവന നടത്തിയ സലിംകുമാറിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കണമെന്ന് ജനറൽ സെക്രട്ടറി മുരളീധരൻ കമ്മീഷന് നൽകിയ പരാതിയിൽ പറഞ്ഞു. മുസ്ലിം ലീഗിന് ഇക്കുറി 27 MLA-മാർ ഉണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. BJPക്ക് ലീഗിനോട് അസൂയയാണെന്നും BJPക്ക് ഹിന്ദുക്കൾ പോലും വോട്ട് ചെയ്യില്ലെന്നും ഹിന്ദുക്കൾ വർഗീയവാദികളല്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇതിന് തത്തുല്യമായ ലീഗ് നേതാവ് KM ഷാജിയിൽ നിന്ന് മറ്റൊരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. ഹൈന്ദവ വോട്ടുകൾ ഇല്ലാതെ തന്നെ മുസ്ലിം ലീഗിന് കേരളത്തിലുടനീളം 27 MLA-മാർ ഉണ്ടാകും എന്നായിരുന്നു ഷാജിയുടെ പ്രസ്താവന. മതമാണ് ഞങ്ങൾക്കെല്ലാം എന്ന് ഉറക്കെ പറയുകയാണ് ഈ രണ്ട് ലീഗ് നേതാക്കളും. ദേശീയപാതയിലെ സർവീസ് റോഡിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 2 വിദ്യാർത്ഥികൾ മരിച്ചു. പൊന്നാനി MA ബോയ്സ് സ്കൂളിലെ +2 വിദ്യാർത്ഥി പൊന്നേനി പള്ളപ്പുറം മാലിക്കുളം അലിയുടെ മകൻ മുഹമ്മദ് അസ്ലവും പാലപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി പൊന്നാനി തട്ടേക്കാനകത്ത് ഇബ്രാഹിമിന്റെ മകനുമായ അൻസിഫ് എന്നിവരാണ് മരിച്ചത്. ഇരുവരും 19 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാത്രി 10-നായിരുന്നു അപകടം. 2 പേരുടെയും മൃതദേഹങ്ങൾ പൊന്നാനി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സർക്കാർ വാഹനം ദുരുപയോഗപ്പെടുത്തുന്നു. മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി P രാമചന്ദ്രൻ നായരാണ് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് സർക്കാർ വാഹനം ഉപയോഗിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഔദ്യോഗിക വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പെരുമാറ്റച്ചട്ടങ്ങൾക്കനുസരിച്ചാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഉത്തരവുള്ളപ്പോഴാണ് രാമചന്ദ്രൻ നായരുടെ ചട്ടലംഘനം. രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് പ്രക്രിയയ്ക്ക് നാളെ ഏപ്രിൽ 1-ന് തുടക്കമാകും. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് എന്ന പ്രത്യേകതയോടെയാണ് സെൻസസ് നടപടികൾ ആരംഭിക്കുന്നത്. 2 ഘട്ടങ്ങളിലാണ് സെൻസസ് നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണവും 2ാം ഘട്ടത്തിൽ യഥാർത്ഥ ജനസംഖ്യാ കണക്കെടുപ്പുമാണ് നടക്കുക. 2011-ന് ശേഷം കോവിഡ് പശ്ചാത്തലത്തിൽ നീണ്ടുപോയ സെൻസസ് നടപടികളാണ് ഇപ്പോൾ പുനരാരംഭിക്കുന്നത്. അച്ചടക്കമുള്ള ബൌളിംഗിന്റെയും വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് ഇന്നിംഗ്സിന്റെയും കരുത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് 8 വിക്കറ്റിന് തകർത്ത് രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ IPL സീസണ് ഉജ്ജ്വല തുടക്കം കുറിച്ചു. ചെന്നൈ ഉയർത്തിയ 128 റൺസ് വിജയലക്ഷ്യം 47 പന്തുകൾ ബാക്കി നിൽക്കെ റോയൽസ് മറികടന്നു. 17 വർഷത്തെ ഫ്രാഞ്ചൈസി ചരിത്രത്തിൽ പന്തുകളുടെ എണ്ണത്തിൽ രാജസ്ഥാൻ നേടുന്ന ഏറ്റവും വലിയ വിജയമാണിത്. രാജ്യം മാവോയിസ്റ്റ് മുഖ്യമാണെന്ന് പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ചുവപ്പ് ഭീകരത രാജ്യത്തിന് ഔദ്യോഗികമായി അവസാനിച്ചെന്ന് ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 3 വർഷത്തിനിടെ 706 മാവോയിസ്റ്റുകളെ വധിച്ചു. 4800-ലധികം മാവോയിസ്റ്റുകൾ കീഴടങ്ങി. രാജ്യത്തെ ഒരു തീവ്ര മാവോയിസ്റ്റ് ബാധിത മേഖലയും അവശേഷിക്കുന്നില്ല. കോൺഗ്രസും ഇന്ദിരാഗാന്ധിയും മാവോയിസ്റ്റുകളെ പിന്തുണച്ചെന്നും അമിത് ഷാ കുറ്റപ്പെടുത്തി. രാജ്പൂർ പ്രദേശത്ത് 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷത്തിനിടെ പ്രഭാത നടത്തത്തിനിടെ ഉയർന്ന വെടിയുണ്ട തട്ടി വിരമിച്ച ആർമി ബ്രിഗേഡിയർ മുകേഷ് കുമാർ ജോഷി തിങ്കളാഴ്ച മരിച്ചു. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തതായും മറ്റേ ഗ്രൂപ്പിലെ 3 പേർ ഒളിവിലാണെന്നും ഡെറാഡൂണിലെ സീനിയർ പോലീസ് സൂപ്രണ്ട് പ്രമേന്ദ്ര ദോബൽ പറഞ്ഞു. കൂടാതെ സംഭവത്തിൽ ഉൾപ്പെട്ട 2 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബാങ്കുകളുടെ ലോക്കറിൽ വയ്ക്കുന്ന വസ്തുക്കൾ നഷ്ടമായ ലോക്കർ ഉടമകൾക്ക് വാർഷിക വാടകയുടെ 100 ഇരട്ടി വരുന്ന തുകയാണ് ഇൻഷുറൻസ് പരിരക്ഷയായി ലഭിക്കുകയെന്ന് വ്യക്തമാക്കി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പാർലമെന്റിൽ ചോദ്യോത്തരമായാണ് ധനമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. ലോക്കറുകളിൽ ഉപഭോക്താക്കൾക്ക് വയ്ക്കുന്ന വസ്തുക്കൾ പരിശോധിക്കാനും വില രേഖപ്പെടുത്താനും ബാങ്കുകളെ അനുവദിക്കുന്നില്ല. അങ്ങനെ ബാങ്കുകൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. ഈ നിയന്ത്രണം നിലവിലുള്ളതുകൊണ്ട് ലോക്കറിൽ സൂക്ഷിക്കുന്ന വസ്തുക്കളുടെ ശരിക്കുള്ള മൂല്യത്തിന്റെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുക അസാധ്യമാണെന്നും ധനമന്ത്രി വിശദീകരിച്ചു. മഷാദ് വിമാനത്താവളത്തിൽ US നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യയിലേക്ക് പോവുകയായിരുന്ന ഇറാനിയൻ സിവിലിയൻ വിമാനം തകർന്നതായി ഇറാനിയൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. മഹാൻ എയർ സർവീസ് നടത്തുന്ന വിമാനം മരുന്നുകളുടെയും മെഡിക്കൽ സാധനങ്ങളുടെയും ഗതാഗതം സുഗമമാക്കുന്നതിന് മാനുഷിക ദൗത്യത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലേക്ക് പറക്കാൻ തീരുമാനിച്ചിരുന്നതായി വൃത്തങ്ങൾ അറിയിച്ചു. ഇസ്രായേലികളെ കൊലപ്പെടുത്തിയതിന് ശിക്ഷിക്കപ്പെട്ട പാലസ്തീനികൾക്ക് വധശിക്ഷ നൽകുന്ന നിയമം ഇസ്രായേൽ പാർലമെന്റ് തിങ്കളാഴ്ച പാസാക്കി. ഇസ്രായേലികൾക്കെതിരായ ദേശീയവാദ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള പാലസ്തീനികൾക്കുള്ള ശിക്ഷ വർദ്ധിപ്പിക്കാനുള്ള തീവ്ര വലതുപക്ഷത്തിന്റെ വർഷങ്ങളോളം നീണ്ട നീക്കത്തിന്റെ പരിസമാപ്തിയാണ് ബിൽ പാസാക്കിയത്. ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സെനറ്റിൽ നേരിട്ടെത്തി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഇസ്രായേലിലെ പാലസ്തീൻ പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുമെന്നും ജൂത പൗരന്മാരെ ഒഴിവാക്കുകയും ചെയ്യുന്നു. ചന്ദ്രനിലേക്കുള്ള ചരിത്രയാത്രയ്ക്കുള്ള ഔദ്യോഗിക കൗണ്ട് ഡൗൺ തിങ്കളാഴ്ച ആരംഭിച്ചു. ഫ്ലോറിഡയിലെ അതിന്റെ വിക്ഷേപണ സ്ഥലത്ത് തലയുയർത്തി നിൽക്കുന്ന 32 നിലകളുള്ള ബഹിരാകാശ വിക്ഷേപണ സംവിധാനം SLS 1972-ലെ അവസാന അപ്പോളോ ദൗത്യത്തിനു ശേഷം
മനുഷ്യർ സന്ദർശിക്കാത്ത ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരു പുതിയ തലമുറ പര്യവേഷകരെ കൊണ്ടുപോകാൻ തയ്യാറാണ്. സംഭവങ്ങളുടെ സങ്കീർണമായ ക്രമമനുസരിച്ച് എല്ലാം നടന്നാൽ അവസാന ഘട്ടത്തിലെ സങ്കീർണതകൾ ഒഴികെ ബുധനാഴ്ച വൈകുന്നേരം മനുഷ്യരാശി ഒടുവിൽ ചന്ദ്രനിലേക്ക് മടങ്ങുന്ന നിമിഷമായിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു. ദുബായിലും ഷാർജയിലും ഇറാൻ ആക്രമണം. ദുബായ് അൽബദയിൽ ഡ്രോൺ അവശിഷ്ടം വീണ് കെട്ടിടത്തിൽ തീപിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ഷാർജയിലെ അൽ തുറായ ടെലികോം കമ്പനിയുടെ ഓഫീസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആർക്കും പരിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. ദുബായ് തീരത്തെ എണ്ണ ടാങ്കറുകൾക്ക് നേരെയും ഡ്രോൺ ആക്രമണമുണ്ടായി. തീരത്തു നിന്ന് 34 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം. ആർക്കും പരിക്കില്ലെന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ടാങ്കറിലുണ്ടായിരുന്ന 24 ജീവനക്കാരും സുരക്ഷിതരാണെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.